നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന് നിലവിളിച്ച് പാകിസ്ഥാൻ. ഇടപെടൽ വേണമെന്ന് UN-നോട് ആവശ്യം. വ്യക്തമായ വിവരം കിട്ടിയെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യ തിരിച്ചടി നടത്തും, ആക്രമിക്കും എന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ആയിരിക്കുന്നത്. അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും പാകിസ്ഥാൻ അറിയിച്ചിരിക്കുകയാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസിനോട് പാകിസ്ഥാൻ ഇടപെടൽ തേടി. ഇന്ത്യ ഉടൻ ആക്രമിക്കുമെന്ന് തെളിവ് കിട്ടിയെന്ന് ഇൻഫർമേഷൻ മന്ത്രി അത്തതുള്ള തരാറും വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും RSS മേധാവിയും സംസാരിച്ചത് പഹൽഗാം ഭീകരാക്രമണമെന്ന് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് സൂചനയും കിട്ടുന്നുണ്ട്. സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് RSS പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ചടി ഭയത്തിലാണ് പാകിസ്ഥാൻ ആയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഉടൻ ഉണ്ടാകുമെന്ന് പാക് വാർത്താവിനിമയ മന്ത്രി അത്താവുള്ള തരാറും പ്രതികരിച്ചു. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം കിട്ടിയതായി അത്താവുള്ള തരാർ പ്രതികരിച്ചിരിക്കുകയാണ്. അത്തരം നടപടി ഉണ്ടായാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പാക് മന്ത്രിയുടെ മുന്നറിയിപ്പ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്നുള്ള അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങൾ ഇന്ത്യ ഉന്നയിക്കുന്നുവെന്നാണ് പാകിസ്ഥാന്റെ വാദം. അത്തരത്തിൽ വാദങ്ങൾ ഉന്നയിച്ച് ആക്രമണത്തിന് മുതിരുകയാണ് എന്നും അത്താവുള്ള കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ വലിയൊരു ആശങ്കയാണ് പാകിസ്ഥാൻ UN-നോട് പങ്കുവച്ചിരിക്കുന്നത്. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന രഹസ്യ വിവരവും കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു പോരാട്ടത്തിലേക്ക് ഇരു രാജ്യങ്ങളും അടുക്കുകയാണോ എന്ന സംശയങ്ങൾ ഇവിടെ ശക്തമാവുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ അത് പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നതും വീണ്ടും കാര്യങ്ങൾ അശാന്തപൂർണ്ണമാവുന്നതും. തീർച്ചയായിട്ടും വലിയൊരു പോരാട്ടത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുകയാണോ, അതിനുള്ള യുദ്ധകാഹളം മുഴങ്ങുകയാണോ എന്ന ചോദ്യമൊക്കെ ഇവിടെ ശക്തമാവുന്നുണ്ട്. ഇന്ത്യ ജഡ്ജിയും ജൂറിയും ആരാച്ചാരും കളിക്കുകയാണെന്നും പാകിസ്ഥാൻ അക്കാര്യം ഒരിക്കലും സ്വീകാര്യമല്ലെന്നും അത്താവുള്ള പ്രതികരിച്ചു. സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് എന്താണ് പഹൽഗാമിൽ സംഭവിച്ചത് എന്നത് കണ്ടെത്താനായി നിഷ്പക്ഷമായ ഒരു വിദഗ്ധ സമിതിയുടെ സത്യസന്ധവും സുതാര്യവും സ്വതന്ത്രവുമായ അന്വേഷണത്തിന് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദത്തിന് ഇരയാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ വിമർശിക്കുന്ന നിലപാട്, അതായത് ഇന്ത്യ സാവകാശം നൽകുന്നില്ല, പഹൽഗാമിൽ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നത് തെളിയിക്കാൻ ഒരു സാവകാശം പോലും ഇന്ത്യ നൽകുന്നില്ല എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിക്കുന്നത്. രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കാൻ പാകിസ്ഥാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അത്താവുള്ള പറഞ്ഞു. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടാകാനിരിക്കുന്ന സംഘർഷങ്ങളുടെ അനന്തരഫലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യക്കായിരിക്കുമെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഇന്ത്യ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കനത്ത തിരിച്ചടി തന്നെ നൽകാൻ ഇന്ത്യ സജ്ജമാകുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പഹൽഗാമിൽ 26ഓളം പേരെ ഓടി നടന്ന് ഭീകരർ വെടിവെച്ച സംഭവം അത് രാജ്യത്തിനേറ്റ കനത്ത മുറിവ് തന്നെയാണ്. ആ മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല. അതിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്കുകൂടി ഉണ്ട് എന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് സഹിച്ചുകൂടാനാവാത്ത വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഞങ്ങൾക്ക് പങ്കില്ല, ഇന്ത്യ അത് തങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്നു, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഇന്ത്യ ഉന്നയിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. എന്താകുമെന്ന് ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. സേനകളിൽ പൂർണ്ണ വിശ്വാസം മോദി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യാക്രമണ നടപടികൾക്കായി സേനകൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സുരക്ഷാ നടപടി ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. 2 ഉന്നതതല യോഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ചേർന്നത്. വൈകിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ അർദ്ധസൈനിക വിഭാഗം മേധാവികളുമായി ചർച്ച നടത്തിയിരുന്നു. എപ്പോൾ തിരിച്ചടി എന്നതാണ് ചോദ്യം. തിരിച്ചടിയുടെ സമയം, ലക്ഷ്യം, രീതി അതൊക്കെ സേനകൾക്ക് തീരുമാനിക്കാമെന്നാണ് പ്രധാനമന്ത്രി
നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച കേന്ദ്രമന്ത്രിസഭാ യോഗവും മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയും ചേരാനിരിക്കുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നത്. പാക് വിമാനങ്ങൾക്ക് വ്യോമപാത തടയുന്നതും കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾ വിലക്കുന്നതും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും പോരാട്ടം വലിയ രീതിയിലേക്ക് കടുക്കുന്നുവെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച്. ജമ്മുകശ്മീരിലെ പർഗവൽ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായ 6ാം ദിവസവും വെടിവയ്പ് നടത്തി. ബാരാമുള്ളയിലും കുപ്വാരയിലും പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് വെടിവയ്പ് ഉണ്ടായതായും വിവരമുണ്ട്. പാക് പ്രകോപനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ബാരാമുള്ള, കുപ്വാര ജില്ലകളിലെ നിയന്ത്രണ രേഖയിലുള്ള അവരുടെ പോസ്റ്റുകളിൽ നിന്നും പർഗ്വാൾ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ നടത്തിയ ചെറുകിട ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള വെടിവയ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യം കൃത്യമായ മറുപടി നൽകിയെന്നാണ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. അതിനിടെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രകോപനം ഉണ്ടാകുന്നത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ UN ആശങ്ക അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും UN സെക്രട്ടറി ജനറൽ സംസാരിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് UN സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത്. സംഘർഷം ഒഴിവാക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു. ഏത് തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാനും UN ഒരുക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇന്ത്യ പാക് അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്ക അവസാനിപ്പിക്കണമെന്നാണ് UN ആവശ്യപ്പെടുന്നത്. എന്നാൽ UN ആവശ്യത്തോട് ഇരു രാജ്യങ്ങളും പ്രതികരിച്ചിട്ടില്ല. അതേസമയം 26 പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കാൻ സൈന്യങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും സൈന്യം അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. തിരിച്ചടി എപ്പോൾ ഉണ്ടാകും, ഏത് രീതിയിലായിരിക്കും തിരിച്ചടി എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതേസമയം ജമ്മുവിലെ അഗ്നൂരിൽ ഇന്ത്യൻ പോസ്റ്റ് ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തി. പർഗ്വാൾ രാജ്യാന്തര അതിർത്തിയിലാണ് പ്രകോപനം. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനം നടത്തിയത്. മാത്രമല്ല, ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസും രംഗത്തെത്തി. ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും സംഘർഷം ലഘൂകരിക്കാൻ ഇടപെടാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ആന്റോണിയോ ഗുട്രസ് അപലപിച്ചു. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരവ്യോമ നാവിക സേനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിക്ക് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യം ആശങ്കയോടെ ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു യുദ്ധം അതുണ്ടായാൽ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് ഒരു രാജ്യത്തെ ബാധിക്കുക എന്ന കാര്യം നമ്മൾ ഗാസയിലും അതുപോലെ തന്നെ ഇസ്രായേൽ ഈ ഹമാസ് പോരാട്ടത്തിനിടയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു യുദ്ധം ഒരു രാജ്യത്തെ എങ്ങനെ പിടിച്ചുലയ്ക്കും, ഏത് രീതിയിൽ അത് രാജ്യത്തെ ബാധിക്കും എന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കകളാണ് നിലനിൽക്കുന്നത്. തിരിച്ചടി ഉണ്ടാകും. നേരത്തെ തന്നെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കരാറുകൾ റദ്ദാക്കിയതൊരു യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കുമെന്ന്. വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും, ഞങ്ങൾക്ക് ആണവായുധമുണ്ട് എന്നതടക്കമുള്ള ഒരു ഭീഷണിയൊക്കെ പാകിസ്ഥാനും മുഴക്കുന്നുണ്ട്. അതിനിടെ ഇന്ത്യൻ കരസേനയുമായി ബന്ധപ്പെട്ട സെറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കം തകർത്തതായി കരസേന അറിയിച്ചു. ശ്രീനഗർ, റാണിഗേത് എന്നിവിടങ്ങളിലെ ആർമി പബ്ലിക് സ്കൂൾ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കമാണ് തകർത്തത്. പാകിസ്ഥാനിൽ നിന്നുള്ള IOK ഹാക്കർ എന്ന സംഘമാണ് നീക്കം നടത്തിയത്. ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ട സൈറ്റും ഹാക്ക് ചെയ്യാൻ ശ്രമം നടത്തി. 4 സൈറ്റുകളും തിരികെ പിടിച്ചതായി കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും ഹാക്കർമാർ ആക്രമണം നടത്തിയിരിക്കുന്നത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇപ്പോഴും വ്യാപക തിരച്ചിൽ നടക്കുകയാണ്. ഭീകരരുടെ സംഘം അനന്തനാഗിലെ മലനിരകളിലുണ്ടെന്ന അനുമാനത്തിലാണ് സുരക്ഷാ സേന. മലയാളിയായ സഞ്ചാരി പകർത്തിയ ഭീകരരുടെയെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളും NIA ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.